നൂരി അൽ മാലിക്കിയുടെ പിൻഗാമിയായി ഹൈദർ അൽ അബാദി ഇറാഖ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് താൽപര്യപൂർവ്വം ഉറ്റുനോക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. സുന്നി വിഭാഗം അവഗണിക്കപ്പെട്ടതാണ് ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിറവിക്കും സ്വാധീനത്തിനും കാരണമായതെന്നാണ് ഗൾഫിന്റെ പൊതു വിലയിരുത്തൽ. വടക്കൻ ഇറാഖിന്റെ വലിയൊരു ഭാഗം ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രണത്തിലാവുകയും രാജ്യത്തെ വംശീയ വിഭാഗങ്ങൾക്കിടയിലെ സംഘർഷം വ്യാപിക്കുകയും ചെയ്തതോടെ അയൽ രാജ്യങ്ങളും കടുത്ത ആശങ്കയിലായിരുന്നു. സൗദി അറേബ്യയും കുവൈത്തും അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇറാഖിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് UN ഏജൻസികളും റെഡ് ക്രസന്റും മുഖേന വിപുലമായ തോതിൽ സഹായമെത്തിക്കാനും ഗൾഫ് രാജ്യങ്ങൾ മുന്നിലുണ്ട്. ഒപ്പം ബാഗ്ദാദിലെയും മറ്റും സുന്നി ഗോത്ര വിഭാഗങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ രംഗത്തു വരുന്നതും ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കുർദ് വിഭാഗങ്ങൾക്ക് പരമാവധി ആയുധങ്ങൾ നൽകി ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അവരെ സർവ്വസജ്ജരാക്കുക എന്നതാണ് അമേരിക്കയുടെയും വൻശക്തി രാജ്യങ്ങളുടെയും പദ്ധതി. ഇർബിലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ചെറിയ തോതിലെങ്കിലും സൈനിക വിജയം നേടാൻ കുർദ് സൈന്യത്തിന് സാധിച്ചു എന്നതാണ് US വിലയിരുത്തൽ. അമേരിക്ക തുടരുന്ന വ്യോമാക്രമണം കുർദ് സൈന്യത്തിന് മേൽക്കൈ നൽകുന്നുണ്ട്. യസീദ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകുന്ന ചുമതലയും കുർദുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ അമർച്ച ചെയ്താൽ സ്വതന്ത്ര കുർദിസ്ഥാൻ രാഷ്ട്രം എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് അമേരിക്ക ഇവിടെയുള്ള നേതാക്കൾക്ക് നൽകുന്നത്. MC നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്.